നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറാൻ വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ചില കണ്ടീഷൻസ് മുന്നോട്ടേക്ക് വച്ചിരിക്കുന്നു. ഒരർത്ഥത്തിൽ അനിശ്ചിതത്വം നീങ്ങി ഇറാൻ കളിക്കും. പക്ഷേ ഈ കണ്ടീഷനുകളിൽ ചിലത് US അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വീണ്ടും അനിശ്ചിതത്വം ഉണ്ടാവുകയല്ലേ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഡെഫിനറ്റ്ലി അവർ വേൾഡ് കപ്പിന് പങ്കെടുക്കും. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇറാൻ പങ്കെടുത്തേക്കില്ല നേരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഫിഫ പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇറാൻ പങ്കെടുക്കും. കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും യുണൈറ്റ് ചെയ്യാനുള്ളതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇറാൻ ഇവിടെ വന്ന് കളിച്ചോട്ടെ, പക്ഷേ അവരുടെ സുരക്ഷയൊന്നും ഉറപ്പാക്കാൻ പറ്റില്ല, അത് അവർ തന്നെ നോക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം, പിന്നെ കാനഡ ഇറാനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ചീഫിന് കഴിഞ്ഞ മാസം ഫിഫ കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്നതിൽ വിസ നിഷേധിച്ചു. അവിടെ എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം പറഞ്ഞത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്, അവരുടെ IRGCയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അവരുടെ മിലിറ്ററി, അവരുടെ പട്ടാളവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത് നിഷേധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇറാൻ വേൾഡ് കപ്പിന് വരുമ്പോൾ കാനഡയുടെ ഭാഗത്തു നിന്ന്, മെക്സിക്കോയുടെ ഭാഗത്തു നിന്ന്, USA ഭാഗത്തു നിന്ന് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് മുന്നിൽ വെക്കും? ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാകാൻ പാടില്ല. തങ്ങളുടെ താരങ്ങൾക്കെല്ലാം വിസ കൊടുക്കണം. മറ്റ് കാര്യങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല. അതുപോലെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മാത്രമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പറയരുത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൊടി, അതുപോലെ സിമ്പിൾസ്, ഇതിനൊന്നും അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. ഇങ്ങനെയൊക്കെയാണ് അവർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത് എങ്ങനെയാണ്: വി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് ബട്ട് വിതൗട്ട് എനി റിട്രീറ്റ് ഫ്രം അവർ ബിലീഫ്സ്, കൾച്ചർ ആൻഡ് കൺവിക്ഷൻസ് എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നു. പിന്നെ ഇറാനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് മെഹ്ദി താജ് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അവർ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻസ്: ഒന്ന്, വിസാസ് ബീയിങ് ഗ്രാൻഡഡ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ ദി നാഷണൽ ടീം സ്റ്റാഫ്, ദി ടീംസ് ഫ്ലാഗ് ആൻഡ് ഇറ്റ്സ് നാഷണൽ ആന്തം ഡ്യൂറിങ് ദി ടൂർണമെൻറ്റ്. നമുക്ക് അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. അവരുടെ കൊടി, അവരുടെ നാഷണൽ ആന്തം ഒക്കെ കൂവാനും അപമാനിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അവർ മുൻകൂട്ടി പറയുന്നത്, ഞങ്ങളുടെ ദേശീയ ചിഹ്നങ്ങളൊന്നും അപമാനിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റാഫിനും അതുപോലെ തന്നെ പ്ലേയേഴ്സിനുമൊക്കെ കൃത്യമായിട്ട് വിസ തരണം, എങ്കിലാണ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഹൈ സെക്യൂരിറ്റി, എയർപോർട്ടിലും അതുപോലെ തന്നെ ഹോട്ടൽസിലും മറ്റുമൊക്കെ ആയിട്ട് റൂട്ടുകളിലൊക്കെ ഹൈ സെക്യൂരിറ്റിയും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാനിയൻ ഫുട്ബോളേഴ്സ് തീർച്ചയായിട്ടും ടൂർണമെൻറ്റിന് അവരെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, ചില ഇറാനിയൻ ഡെലിഗേഷനിലെ ചില ആളുകൾക്ക് വിസ കൊടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. വിത്ത് ടൈസ് ടു ദി IRGC, അവരുടെ മിലിറ്ററിയുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്നവർക്കൊക്കെ വിസ നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇറാന് കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അവരുടെ സൂപ്പർ താരം മെഹദി തെരേമി, അതുപോലെ തന്നെ ഹിസാൻ അജ്സാഫി തുടങ്ങിയ താരങ്ങൾ നേരത്തെ IRGCയിൽ സർവീസ്, അതായത് മിലിറ്ററി സർവീസ് നടത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കും നിർബന്ധമായിട്ടും വിസ കിട്ടണം വിത്തൗട്ട് എനി പ്രോബ്ലം എന്ന് ചീഫ് പറയുന്നുണ്ട്, ഇറാനിയൻ ഫുട്ബോൾ ചീഫ് താജ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന കണ്ടറിയേണ്ട കാര്യമാണ്. IRGCയിൽ നേരത്തെ സർവീസ് നടത്തിയിട്ടുണ്ട് ഈ സൂപ്പർ താരങ്ങൾ. അതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹ്യൂമൻസൺ അങ്ങനെയുള്ള സൗത്ത് കൊറിയൻ താരങ്ങളൊക്കെ അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് മിലിറ്ററിയുടെ ഭാഗമായിട്ട് സർവീസ് അനുഷ്ഠിക്കുന്നു. അങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, മിലിറ്ററിയുടെ ഭാഗമായിട്ട് അവരുടെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് സർവീസ് ചെയ്യണം. പക്ഷേ IRGC ആകുമ്പോൾ അത് പ്രശ്നമാണ്. അതൊരു ടെറർ ഓർഗനൈസേഷൻ എന്ന രൂപത്തിലാണ് ഇറാൻ്റെ മിലിറ്ററിയെ US-ഉം കാനഡയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വിസ ഇഷ്യൂ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മെഹദി തെരേമി, നിങ്ങൾക്ക് അറിയാമല്ലോ, യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ മിന്നും പ്രകടനം നടത്തിയിട്ടുള്ള ഇറാൻ്റെ സൂപ്പർ താരമാണ്. അദ്ദേഹത്തിന് വിസ നിഷേധിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറാൻ വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത പോലും അവിടെ നിൽക്കുന്നു. ഇതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഒരർത്ഥത്തിൽ കളിക്കും ഇന്ന് ഇറാൻ പറയുമ്പോൾ അൺസർട്ടനിറ്റി നീങ്ങിയല്ലോ എന്നൊരു ആശ്വാസം ഫുട്ബോൾ പ്രേമികൾക്കുണ്ട്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ ഈ വിഷയം അവിടെ കിടപ്പാണ്.
ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ എത്താം.